ഇതിപ്പോ നമ്മൾ വല്ലാത്ത ഗതികേടിലായല്ലോ. ഇവന് ഒന്നിനും രണ്ടിനും കൊണ്ടുപോകാൻ തന്നെ നമ്മൾ മെനക്കെട്ട അവസ്ഥയാണ്. എടാ ഇറക്ക, നിരാഹാര സമരം നടത്താൻ നീ ഗാന്ധി ഒന്നും അല്ലല്ലോ. ബ്രിട്ടീഷുകാരെക്കാൾ കഷ്ടമാണ് ആ ഗൗതമിന്റെ മനസ്സ്. അയാൾ അങ്ങനെ ഇങ്ങനെ ഒന്നും തോറ്റു തരില്ല. അതിനേക്കാൾ കടുപ്പമാ അങ്ങേരെ കെട്ടിയുള്ള നിധി. നീ എത്ര പട്ടിണി കിടന്നാലും നിന്നെ ഇവിടെ ഇറക്കി വിടുന്ന നീ വിചാരിക്കണം. ഈ പോക്ക് പോയ ഉടനെ തന്നെ അവന്റെ കാറ്റു പോകും. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ അകത്തു പോവുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യിക്കുന്നവനും ജയിക്കുന്നവളും ഇവൻ ചത്തു കഴിഞ്ഞാൽ കൈമലർത്തുമെന്നതിൽ സംശയമില്ല. പവിത്രണ്ണന് വേണ്ടി സംസാരിച്ച് ഇവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കും. അല്ലെങ്കിൽ അങ്ങ് തട്ടിക്കളയണം. അതിന്റെ പൈസ കൂടി മേടിച്ചെടുക്കാലോ. നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? കുറച്ച് പച്ചവെള്ളം കുടിക്കുന്നേ. ഇവൻ പോക്ക. വാ, പവിത്രണ്ണന്റെ അടുത്തൊരു തീരുമാനം എടുക്കാൻ പറയാം. വാ. ബ്രിട്ടീഷുകാരെക്കാളും കടുപ്പുള്ള മനസ്സാണ് നിധിക്കും ഗൗതമനും അല്ലേ? ജയിലിൽ പോയാലും കുഴപ്പമില്ല. ഇനി എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, രണ്ടെണ്ണത്തിനെ തീർക്കണം. പ്രണവേ, പ്രണവേ, എഴുന്നേക്കടാ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. എടോ, ഒരു അനക്കവുമില്ല. പ്രണവേ, 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 എന്താണ്? പണി പാളിയെന്നാ തോന്നുന്നത്. ശ്വാസമില്ല. ഇതിപ്പോ പ്രോജക്ടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് അല്ലേ? അതിനെ കുറയ്ക്കുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കാൻ പറഞ്ഞത്. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി സാർ. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എന്താ പുഷ്പ ഇത്? ക്ലീനിങ് ഒക്കെ ഓഫീസ് ടൈമിന് മുന്നേ ചെയ്തൂടെ? ഇത് എന്റെ ഡ്യൂട്ടി അല്ലല്ലോ സാർ. ഇന്ന് ദേവി ലീവ് ആയതുകൊണ്ട് ഞാൻ ചെയ്തു. വേഗം ആവട്ടെ, പെട്ടെന്ന് ഓടിച്ചങ്ങ് ചെയ്ത് തീർത്താ മതി. ശരി സാർ. സാർ, ഇതൊന്ന് നോക്കിയേ. ആ പ്രോജക്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എമൗണ്ട് കാര്യം ഒന്നുകൂടെ നോക്കാം. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഫോണൊന്ന് ഹോൾഡ് ചെയ്ത് നീ, ഞാനൊന്ന് മാറിക്കട്ടെ. ആ, എന്താ പവിത്ര? സാറെ ദേഷ്യപ്പെടരുത്, ചെറിയൊരു കയ്യബദ്ധം പറ്റി. കയ്യബദ്ധം?
എന്താ പവിത്ര ഉണ്ടായത്?